തീർച്ചയായിട്ടും 7 വർഷമായിട്ട് നമുക്ക് അറിയുന്ന ഒരാളല്ലേ. സോറി, ഇങ്ങനെ എന്തൊരു വീഡിയോ ഒന്നും ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്, കണ്ടായിരുന്നു ചോദിച്ചു. അപ്പം ഞാൻ കണ്ടിരുന്നു. കുറച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചായിരുന്നു ഈ കമൻസേ, അതൊക്കെ ഞാൻ പുള്ളിക്ക് കാണിച്ചു കൊടുത്തു. ഒരു തെറ്റൊന്നും എൻ്റെ സൈഡിൽ ഇല്ല എന്നുള്ളത്. കാരണം നമ്മളൊരു വരുന്ന സമയത്ത് ആ ഒരു മുഖത്ത് ഒരു ചിരി ഉണ്ടല്ലോ, അതില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. പറഞ്ഞാൽ സ്ത്രീ വിരുദ്ധ ചാപ്പ് കിട്ടുമെന്നും അറിയില്ല. കിട്ടിയാലും തരക്കേടില്ല. അമ്മയും ഒരു സ്ത്രീയാണ്. ആ കണ്ണുനീര് കേരളത്തിന്റെ വേദനയാകുന്നൊരു വല്ലാത്ത ദിവസം. അത് പറയാൻ കഴിവില്ലെങ്കിൽ പിന്നെ കോട്ട് എടുത്തിട്ട് ഇവിടെ വന്നിരുന്നിട്ട് കാര്യമുണ്ടോ? വീടിന്റെ ഉമ്മറ പകാലത്തിൽ അവസാന യാത്രയ്ക്ക് ഒരുങ്ങിക്കിടന്നവന്റെ ജന്മദിനം ഇന്നലെയായിരുന്നു. പ്രായം കേവലം 42 ഉള്ളൂ. ആ താടി കൂട്ടിക്കെട്ടി ചേതനയില്ലാത്ത മുഖത്തേക്ക് നോക്കി, മുത്തേ നിന്റെ മുഖമൊക്കെ മാറിപ്പോയല്ലോടാ മോനെ എന്ന് വേദനിക്കുന്ന ഒരു പെറ്റവയറിന്റെ വേദന കണ്ടു നിൽക്കാവുന്നതാണോ? ലോകത്തിലെ ഏറ്റവും വലിയ വേദനയുടെ പേര് അമ്മയുടെ പുത്രദുഃഖമെന്നാണ്. ദീപകിന്റെ തലക്കൽ കൊളുത്തിവെച്ച നിലവിളക്ക് പോലെ അച്ഛനും അമ്മയ്ക്കും കുടുംബത്തിനും ആ വീടിന്റെ ഒരേ ഒരു വെളിച്ചം താനെയങ്ങ് കിട്ടുപോയതല്ല. റീച്ചിനും ഷെയറിനും വേണ്ടി അഹങ്കാരത്തിന്റെ പരിവുള്ള ഒരു സ്ത്രീ അടിച്ചു കെടുത്തിയതാണ്. ഒരു കുടുംബം നാനാവിധമാക്കിയതാണ്. അങ്ങേയറ്റം വേദന ഉണ്ടാക്കുന്ന ആത്മഹത്യയിലേക്ക് ചാടി വീണ് അവരുടെ രാഷ്ട്രീയവും മതവും ചികഞ്ഞ് 10 വോട്ടിനുള്ള സ്കോപ്പുണ്ടോ എന്ന് നോക്കുന്നവരുണ്ട്. ചെറുനക്കുന്ന ചെന്നായ്ക്കൾ അത്രക്കാരെ വിട്ടേക്ക്. ഇവിടെ പ്രശ്നം അതല്ല. അക്കാലം അത്രയും എല്ലാവരും നല്ലത് മാത്രം പറഞ്ഞൊരാൾ, രാവന്തിയോളം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കുടുംബത്തിന് വേണ്ടി ജീവിച്ചൊരുത്തനെ സോഷ്യൽ മീഡിയ കമ്പോളത്തിന് വേണ്ടി സൈബർ ആൾക്കൂട്ടക്കൊലയിൽ തൂക്കിവിറ്റ് കഴിവേറ്റിയതാണ്. നവീൻ ബാബുവിന്റെ കാര്യത്തിൽ എപ്പോഴും പറഞ്ഞതുപോലെ മരിച്ചുപോയവർക്ക് വേണ്ടി ആഞ്ഞുവാദിക്കൽ ഉത്തരവാദിത്തമെന്ന ബോധ്യത്തിൽ മാത്രമല്ല, വീഡിയോ പലയാവർത്തികളുടെ ബോധ്യത്തിൽ പറയുന്നു. ആ യുവാവ് 110% നിരപരാധി. ഭാരമുള്ള ഒരു ഭാഗം ഉയർത്തുമ്പോൾ അറിയാതെ പറ്റിയത്, റീച്ചിന് പറ്റിയ ഒരു കോപ്പ് കിട്ടിയ ആനന്ദത്തിൽ ചിരിച്ചുകൊണ്ട് ലൈംഗികാതിക്രമം പകർത്തുന്ന ആരോട് പറയാനാണ്? ആദ്യമായിട്ടൊരു വീഡിയോ എറിച്ചില്ല, പിന്നെ ആ സ്ലോ മോഷൻ പല ആംഗിൾ എഡിറ്റ് ചെയ്ത് സാരോപദേശം തള്ളിക്കറ്റിയ വീഡിയോ ഇന്നലെ അപ്പോൾ 27 ലക്ഷം പേര് കണ്ടെങ്കിൽ ഒരുത്തനെ പച്ചക്ക് വെട്ടിക്കീറി ഇറച്ചി കഷ്ണം വിൽപ്പനയ്ക്ക് വെച്ചതിന്റെ കൂലിയാണ്. കഷായം ഗ്രീഷ്മയ്ക്കും കൂടത്തായി ജോലിക്കും വേണ്ടി വാദിച്ചവർ ഇവിടെയും ഒരു ഹാഷ്ടാഗ് അവൾക്കൊപ്പം ഉണ്ടാക്കി ഇറങ്ങുന്നുണ്ട്. സ്ത്രീപക്ഷ കാപട്യങ്ങളെ നാണമുണ്ടോ? കോൾ ഔട്ട് എന്നും പറഞ്ഞ് യഥാർത്ഥ പരാതികളെയും തൊലക്കലാണ് നിങ്ങളുടെ പണി. ശരിയായ പരാതിയിൽ ആർജവത്തോട് അവൾക്കൊപ്പമാണ്. പക്ഷേ ഈ വ്യാജങ്ങളെ, സോഷ്യൽ മീഡിയ കോണ്ടന്റ് അപരാധങ്ങളെ സ്ത്രീ സമൂഹം ചെറുക്കുന്നില്ലെങ്കിൽ ഇനിയും അച്ഛനും മക്കളും ഭർത്താവും അടക്കം മച്ചകത്ത് തൂങ്ങിയാടും വേട്ടക്കിരകൾ, ആൺ ശവങ്ങൾ. ഏതോ സമാന്തര ലോകത്ത് ലൈക്കത്രയെന്ന് നോക്കി പൂണ്ടിരിക്കുന്ന പുറകോട്ടുകൾ അടങ്ങരുത്. ഫോൺ നോക്കി ഇറങ്ങണം. ഗോവിന്ദാപുരത്തെ അമ്മയുടെ കണ്ണുനീരും മകന്റെ വായ്ക്കരയും കൂടി പിടിച്ച് വീഡിയോ ഒരു മ്യൂസിക് ഇട്ട് തള്ളിക്കേറ്റ് അങ്ങോട്ട് കുത്തിക്കയറട്ടെ. ലൈക്കും ഷെയറും തീരട്ടെ നിന്റെയൊക്കെ മുടിഞ്ഞ ആർത്തി. മരിക്കണം തലേന്ന് രാവിലെ വിളിച്ചതാ. വീടിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ വീടിലുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് കാണണമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മൾ അങ്ങോട്ട് വരുമെന്ന് വെച്ചു. അപ്പം പറഞ്ഞു ഇല്ല, ഞാൻ വർക്കിലാണ്, അത് കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്നുള്ളത് പറഞ്ഞു. അല്ലെങ്കിൽ പിറ്റേന്ന് ഇന്ന് ഞായറാഴ്ച അന്ന് ഞാൻ വരാമെന്നുള്ളത് പറഞ്ഞതാണ്. പക്ഷേ ഇതാണെന്നുള്ളത് ആരും പറഞ്ഞില്ല എന്നോട്. ഇങ്ങനെ ഒരു സംഗതി ആണെന്നുള്ളത് ഒരു സൂചന പോലും തന്നിട്ടേ ഇത് കാണണം. എന്തുണ്ടെങ്കിലും അവൻ്റെ പ്രശ്നങ്ങൾ എന്തുണ്ടെങ്കിലും ഓനോട് പറയും. അത് ഞങ്ങൾ തന്നെ പരിഹരിക്കുക. ഞാൻ എന്നോട് പറയണേ പാപ്പനോട് പറയുമ്പോൾ അപ്പം ഇന്ന രീതി അവൻ പറയണത് തന്നെ ഞങ്ങളത് തീരുമാനിക്കില്ല ചെയ്യല്. വേറെ ആരും ഇതാക്കില്ല. അതിലൊരു നീതി കിട്ടാൻ വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് തീർച്ചയായിട്ടും. അതിനിപ്പോൾ ഒരു മാറ്റമായിട്ട് ഞങ്ങൾ കാണിക്കില്ല. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഇതാണ്, അങ്ങനത്തെ ഒരു മരണ. ഓനൊരാളോ നിരക്ക് ഒന്നിലേക്കൊന്നും പോലുമില്ല. ഒരു വെള്ളടിയ കാര്യങ്ങളൊന്നുമില്ല അവൻ്റെ അടുത്ത്, ഒരു ദുശീലവും ഇല്ല. ഓനെ പറ്റി ഏരിയ മുഴുവൻ. നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഒരു കൊലപാതകത്തെ കുറിച്ചാണ്. കയ്യിൽ കത്തിയും തോക്കൊന്നുമില്ല, ഒരു മൊബൈൽ ക്യാമറയും കുറച്ച് റീച്ച് മോഹം ഉപയോഗിച്ച് നടത്തിയ പച്ചയായിട്ടുള്ള ഒരു കൊലപാതകം. ഷിഞ്ചിത മുസ്തഫ എന്ന പേര് ഇന്ന് കേരളം കേൾക്കുന്നത് ഒരു ഇൻഫ്ലുവൻസറിൻ്റെതായിട്ടല്ല, മറിച്ച് തന്റെ ക്രൂരമായിട്ടുള്ള വിനോദത്തിന് വേണ്ടി ഒരു നിഷ്കളങ്കനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട ഒരു വ്യക്തിയുടെ പേരായാണ്. ഒരാൾ മരിച്ചിട്ടും തന്റെ പ്രവൃത്തിയെ ന്യായീകരിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഈ ഒരു സ്വഭാവത്തെ നമുക്കൊന്ന് കൃത്യമായിട്ടൊന്ന് വിചാരണ ചെയ്യാം. ആരാണ് ഈ ഷിഞ്ചിത മുസ്തഫ? ശരിക്കും പറഞ്ഞാൽ അരീക്കോട് പഞ്ചായത്തിലെ വാർഡ് മെമ്പറായിട്ട് നിന്ന ആളാണെന്നാണ് പറഞ്ഞത്. എന്തായാലും ആ നാട്ടിലുള്ള നാട്ടുകാരന് പറയാനുള്ളത് ഒന്ന് കേട്ടു നോക്കി. ഞാൻ കുറെ വീഡിയോസ് കാണുന്നുണ്ട്. എന്റെ വാർഡിലെ മെമ്പറായിരുന്നു ഇവള്. അരീക്കോട് പഞ്ചായത്തിലെ 14ാം വാർഡിലെ മെമ്പർ. നമുക്ക് ഇവളെ പറ്റി പറയുകയാണെങ്കിൽ, ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു തീട്ട മെമ്പറായിരുന്നു ഇവള്. ഓക്കെ, നാട്ടുകാർക്ക് പോലും അറിയില്ല അത് മെമ്പറാണെന്നില്ല. ഞാൻ തന്നെ അന്തം വിട്ടു എന്റെ നാട്ടിലെ മെമ്പറായിരുന്നു പറഞ്ഞപ്പോൾ. കാരണം ഞാൻ 5 വർഷമായിട്ട് ഗൾഫിലാണ്. എന്നാലും നാട്ടുകാർക്കും ചിലവർക്കൊന്നും അറിയില്ല ഇത് മെമ്പറാണെന്നുള്ളത്. കാരണം ഇത് പേര് മെമ്പർ മാത്രമേ ഉള്ളൂ, ആള് ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ മെമ്പറാക്കിയ പാർട്ടി പോലും ഇവളെ കൊണ്ട് കുടുങ്ങിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ അത്യാവശ്യം നല്ല മതിപ്പാണ് നാട്ടിലുള്ളവർക്ക്. അപ്പൊ ഈ കേസ് വന്ന സ്ഥിതിക്ക് പട്ടി വില പോലും ഇല്ലാന്ന് ഞാൻ അറിയാൻ സാധിച്ചത്. കുറെ തീട്ടങ്ങളുണ്ട്, ഇങ്ങനെ മൊബൈലും പൊക്കി പിടിച്ച് നടക്കും. കണ്ടവന്മാരെ എന്തെങ്കിലും ചെറിയ കുറ്റങ്ങൾ വരെ കണ്ടിട്ട് അത് മൊബൈലിൽ പിടിച്ചിട്ട് അത് പബ്ലിഷ് ചെയ്യും, ലൈക്ക് കിട്ടാൻ വേണ്ടി. എന്താ പറയാ, ഇതുപോലത്തെ ഊളകളെ 5-6 വർഷമായിട്ട് ഞാൻ ഗൾഫിലായതുകൊണ്ട് കാണാൻ സാധിച്ചില്ല. പരിചയത്താലും കൂടില്ല, കാണാൻ വരെ സാധിച്ചാകത്തെ വലിയ ഭാഗ്യമാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്താ ഈ തീട്ടത്തിനൊക്കെ കണ്ടിട്ട് നമുക്ക് കിട്ടാൻ ഇതുപോലത്തെ ഓരോ മാരണങ്ങള്. പാത്തിന്റെ ജീവൻ കളഞ്ഞ് അല്ല എന്താ പറയുക. ഇവരുടെ നാട്ടുകാർക്ക് പോലും ഇവളെ കുറിച്ച് നല്ലൊരു മതിപ്പ് പോലും ഇല്ല. ശരിക്കും തിരക്കുള്ള ബസ്സിലെ ഒരു കണ്ടന്റ് വേട്ടയ്ക്ക് വേണ്ടി തന്നെയാണ് ഷിഞ്ചിത അവിടെ ഇറങ്ങിയത്. എന്തായാലും പുള്ളിക്കാരിക്ക് കണ്ടന്റ് എന്ന് പറയുന്നത് ഭയങ്കര ഹരമാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരുടെ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കി. പിന്നെ ഞാനൊരു റീൽ എടുക്കാനുള്ള പരിപാടിയായിരുന്നു. കുറെ നേരമായിട്ടൊരു കണ്ടന്റ് ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്നു. ആലോചിച്ച സമയം പോയത് അറിഞ്ഞില്ല. എത്ര പെട്ടെന്നാലേ സമയം പോകുന്നത്.
അപ്പൊ ഇതാണ് ഷിഞ്ചിത മുസ്തഫ എന്ന കണ്ടന്റ് വേട്ടയുടെ റാണി എന്ന് പറയുന്നത്. നമുക്കറിയാം, ആ വീഡിയോ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും അവിടെ എന്താണ് നടന്നതെന്നുള്ളത്. ശരിക്കും ഇവള് പറയുന്നുണ്ടല്ലോ, ഹാബിച്വൽ ഒഫൻഡർ ആണ് ഇവിടെ നടന്നത് എന്നുള്ളത്. തിരക്കുള്ള ബസ്സിൽ ലഗേജുമായിട്ട് യാത്ര ചെയ്യുന്ന ഒരു പാവ മനുഷ്യൻ തന്റെ ബാഗ് ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചതിനെ ലൈംഗിക പീഡനമായിട്ട് മാറ്റാൻ ഇവൾക്ക് എങ്ങനെ ഇത് സാധിച്ചു? സ്ഥലമില്ലാത്ത ബസ്സിൽ ആരോ തട്ടി എന്നൊക്കെ പറഞ്ഞ് വീഡിയോ എടുക്കുന്ന ഇവർ എന്തുകൊണ്ടാണ് ആ സമയത്ത് പ്രതികരിക്കാതിരുന്നത്? കാരണം ലക്ഷ്യം നീതിയൊന്നുമല്ല, മറിച്ച് ആ വീഡിയോ എഡിറ്റ് ചെയ്ത് പാട്ടിട്ട് ഞരമ്പൻ എന്ന ലേബൽ ഒട്ടിച്ച് വൈറലാക്കുക എന്ന് മാത്രമായിരുന്നു. ഷിഞ്ചിത, ഒരു മനുഷ്യന്റെ അന്തസ്സിനേക്കാൾ വലുതാണോ ഇൻസ്റ്റാഗ്രാമില് നിനക്ക് കിട്ടുന്ന ആ ഒരു കുറച്ച് വ്യൂസ് എന്ന് പറയുന്നത്? ഇവിടെ ഷിഞ്ചിതയുടെ പ്രൊഫൈലിൽ തന്നെ ഒരു വാക്കുണ്ട്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് എന്നുള്ള വാക്ക്. ലോകത്തുള്ള സകല സൈക്കോളജിസ്റ്റുകളെ അപമാനിക്കുന്ന രീതിയിലാണ് ഇവരുടെ പെരുമാറ്റം എന്ന് പറയാൻ. ഒരാളെ 30 സെക്കൻഡ് കണ്ടപ്പോഴേക്കും അയാൾക്ക് മാനസിക രോഗമാണെന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഇവൾക്ക് ആരാണ് അധികാരം നൽകിയത്? സൈക്കോളജി പഠിച്ചവരല്ല, മറിച്ച് സൈക്കോപതിക് ചിന്താഗതിയുള്ളവർ മാത്രമാണ് മറ്റൊരാളെ പരസ്യമായിട്ട് അപമാനിച്ച് ഇത്തരത്തില് രസിക്കുന്നതും. തന്റെ പദവി ഉപയോഗിച്ച് ദീപകിനെ സമൂഹ മാധ്യമത്തിലെ കൊലയ്ക്ക് കൊടുത്ത ഇവൾ സൈക്കോളജിസ്റ്റ് അല്ല, വെറും ഒരു ക്രിമിനൽ മൈൻഡുള്ള ഇൻഫ്ലുവൻസർ മാത്രമാണ്. സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ള നിയമപരമായിട്ടുള്ള സുരക്ഷയെ മറ്റൊരാളെ കൊല്ലാനുള്ള ഒരു ലൈസൻസ് ആക്കി മാറ്റുകയാണ് ഇവിടെ ഇവൾ ചെയ്തത്. യഥാർത്ഥത്തിൽ ആക്രമിക്കപ്പെടുന്ന പെൺകുട്ടികൾ നാളെ സങ്കടം പറയുമ്പോൾ സമൂഹം അവരെ പുച്ഛത്തോടെ തന്നെ നോക്കും. കാരണം എന്താണ്? ഇതുപോലെയുള്ള വ്യാജ ഇരകൾ തന്നെയാണ്. തന്റെ റീച്ച് രോഗത്തിന് വേണ്ടിയിട്ട് ഇവർ ചതിച്ചത് ദീപകിന് മാത്രമല്ല, നീതിക്ക് വേണ്ടി പോരാടുന്ന ഓരോ സ്ത്രീയെയും കൂടിയാണ്. വെറും 30 സെക്കൻഡ് വീഡിയോ കൊണ്ടാണ് ഒരു അമ്മയുടെ മകനെ ഇല്ലാതാക്കാൻ ഇവൾക്ക് ആ ഒരു മനസ്സ് വന്നത്. പൗരബോധവും ഇവർക്ക് കൊലപാതക കുറ്റത്തിന് കേസ് എടുക്കാത്തത് എന്തുകൊണ്ടാണ്? ദുബായിലേക്ക് കടന്നതുകൊണ്ട് ഈ ഒരു പാപം തീരുമെന്ന് ഇവൾ കരുതുന്നുണ്ടോ? ഒരു പുരുഷനാണ് ഇത്തരം ഒരു വ്യാജ വീഡിയോ ഇട്ടതെങ്കിൽ ഇന്ന് അയാൾ ജയിലിൽ അഴിയെണ്ണുമായിരുന്നു. ഇവിടെ നിയമം ഇവർക്ക് മുന്നിൽ മുട്ടുമടക്കുമോ? ദീപകിന്റെ ആത്മഹത്യ ഒരു കൊലപാതകമായിട്ട് കണ്ട് ഇവർക്കെതിരെ കേസെടുക്കണം. അല്ലെങ്കിൽ നാളെ ഏതൊരു പുരുഷനും ഇത്തരം ഇൻഫ്ലുവൻസർമാരുടെ ഇരയാകേണ്ടി വരും. അതിനുള്ള ഉദാഹരണങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഇവിടെ കാണുന്നത് ഭീകരമായിട്ടുള്ള ഒരു ആൾക്കൂട്ട വിചാരണയാണ്. നിയമവും കോടതിയും പോലീസുമുള്ള ഒരു നാട്ടില് ഒരു ഫോൺ കയ്യിലുണ്ടെന്നുള്ള പേരിൽ ആർക്കും ആരെയും ശിക്ഷിക്കാം എന്നുള്ള അവസ്ഥ വന്നിരിക്കുന്നത്. ഷിഞ്ചിത മുസ്തഫ എന്ന വ്യക്തി ഒരു വീഡിയോ ഇട്ടു എന്നത് ശരിയാണ്. പക്ഷെ അതിന് താഴെ വന്ന യാതൊരു ബോധവുമില്ലാതെ ആ മനുഷ്യനെ വേട്ടയാടിയ ആയിരക്കണക്കിന് ആളുകളുണ്ട്. സത്യം എന്താണെന്ന് ഒരു നിമിഷം പോലും ചിന്തിക്കാതെ നമ്മൾ നടത്തുന്ന ഓരോ ഷെയറും ഓരോ കമന്റും ഒരു മനുഷ്യന്റെ നെഞ്ചിലേക്കുള്ള വെടിയുണ്ടകളാണ്. ഒരു പദവിയോ സ്വാധീനമോ കൂടുമ്പോൾ അത് മറ്റൊരാളെ തകർക്കാൻ ഉപയോഗിക്കുന്നത് ക്രിമിനൽ ബുദ്ധിയാണ്. സോഷ്യൽ മീഡിയ എന്നത് നീതി നടപ്പാക്കാനുള്ള ഒരിടമല്ല, മറിച്ച് പലപ്പോഴും വ്യക്തിഹത്യ നടത്താനുള്ള വേദിയായിട്ട് മാറുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് ദീപകിന്റെ മരണം എന്ന് പറയുന്നത്. ഇവിടെ വിചാരണ ചെയ്യപ്പെട്ടത് ദീപകല്ല, മറിച്ച് നമ്മുടെ എല്ലാം വിവേകം തന്നെയാണ്. ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രം. നീതിക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്നത് നല്ലതാണ്, പക്ഷെ അത് ഒരാളുടെ ജീവിതം ഹോമിച്ചുകൊണ്ടാകരുത്. സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ള നിയമപരമായിട്ടുള്ള സുരക്ഷയെ ഇതുപോലെ ദുരുപയോഗം ചെയ്യുമ്പോൾ നാളെ യഥാർത്ഥത്തിൽ ഒരു പെൺകുട്ടിക്ക് ആപത്ത് വരുമ്പോൾ ആരും മുന്നോട്ട് വരില്ല. ആ പെൺകുട്ടികളോടാണ് ഇത്തരക്കാർ ഏറ്റവും വലിയ ചതി ചെയ്യുന്നത്. ഇനി പുരുഷന്മാരോട് പറയാനുള്ളത്, നമ്മൾ ജീവിക്കുന്നത് അങ്ങേയറ്റ അപകടകരമായിട്ടുള്ള ഒരു കാലത്താണ് എന്നുള്ള ബോധ്യം വേണം. ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും ഏത് നിമിഷവും നിങ്ങളും ഒരു ക്യാമറയ്ക്ക് മുന്നിൽ പ്രതിയാക്കപ്പെട്ടേക്കാം. അതുകൊണ്ട് ഇത്തരം വ്യാജ ആരോപണങ്ങൾക്കെതിരെ നിശബ്ദത പാലിക്കരുത്. ഇവിടെ ദീപകിന്റെ മരണം ഒരു കുടുംബത്തിന് നൽകിയ വേദനയ്ക്ക് പകരം വെക്കാൻ ആർക്കും സാധിക്കില്ല. വീഡിയോ ഡിലീറ്റ് ചെയ്തതുകൊണ്ടോ രാജ്യം വിട്ടതുകൊണ്ടോ ഈ പാപക്കറയിൽ നിന്ന് ഇവർക്ക് രക്ഷപ്പെടാനും കഴിയില്ല. ഇവർക്കെതിരെ മാതൃകാപരമായിട്ടുള്ള നിയമ നടപടി ഉണ്ടായേ തീരൂ. ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? സോഷ്യൽ മീഡിയയിലൂടെയും ഇത്തരം വേട്ടയാടലുകൾ അവസാനിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. കാരണം ഇനിയൊരു ദീപക് ഇവിടെ ഉണ്ടാകരുത്. ദീപകിന് നീതി ലഭിക്കുന്നത് വരെ നമുക്ക് ഒന്നിച്ചു നിൽക്കാം. മറ്റൊരു ഗൗരവകരമായിട്ടുള്ള വിഷയവുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.